ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇന്ന് കാണാനുള്ള സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. പോകുന്ന വഴിയെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണാം. ഇത് ചെറിയൊരു മാർക്കറ്റ് തന്നെയാണ്. ബസ് സ്റ്റാൻഡിലേക്കുള്ള ബ്രിഡ്ജിൻ്റെ താഴെയാണ് ഈ കച്ചവടങ്ങളൊക്കെ. ഇതിലൂടെ കാഴ്ചകളും കണ്ട് പതിയെ നടന്നു. അങ്ങനെ ഞങ്ങൾക്ക് പോകേണ്ട ബസ് വന്നു. ഈ യാത്ര ബാംഗ്ലൂർ പാലസിലേക്കാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം, ഏകദേശം 10 മിനിറ്റ്. ബാംഗ്ലൂർ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നതിനിടയിൽ ബസ് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയത് അറിഞ്ഞില്ല. ബസ് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് പാലസിലേക്ക്. റോഡ് മുറിച്ചു കടന്ന് കുറച്ച് നടന്നു. ഇതാണ് ബാംഗ്ലൂർ പാലസിൻ്റെ പ്രധാന കവാടം. ഇംഗ്ലണ്ടിലെ വിൻസോർ കാസിലിൻ്റെ രൂപത്തിൽ ബാംഗ്ലൂരിൽ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് ബാംഗ്ലൂർ പാലസ്. ബാംഗ്ലൂർ സെൻട്രൽ ഹൈസ്കൂളിലെ ആദ്യത്തെ പ്രധാന അധ്യാപികയായിരുന്ന റെവ് ഗാരറ്റ് ആണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. 1844 ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായത്. 1884 മൈസൂർ രാജാവായ ചാമരാജ ഒഡയാർ ഈ കൊട്ടാരം വിലക്ക് വാങ്ങി. ഇപ്പോഴും ഈ കൊട്ടാരം മൈസൂർ രാജകുടുംബാംഗങ്ങളുടെ നിയന്ത്രണത്തിലാണ്. കൊട്ടാരവും അതിനോട് ചേർന്നുള്ള മൈതാനവും ഉൾപ്പെടുന്ന സ്ഥലം ഏകദേശം 450ഓളം ഏക്കർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്നു. പാലസും കണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങി. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും ഇറങ്ങാമെന്ന് കരുതി. ബാംഗ്ലൂർ ലുലു മാളാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. കുറച്ചു നേരം മാളിലും സമയം കണ്ടെത്തി അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. കൊട്ടാര സമാനമായ വിധാൻ സൗധ എന്ന കർണാടക നിയമസഭാ മന്ദിരം.
രാജഭരണ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണെന്ന് തോന്നുമെങ്കിലും സംഗതി അങ്ങനെയൊന്നുമല്ല. സ്വാതന്ത്ര്യം ലബ്ധിക്കു ശേഷമാണ് ഈ മനോഹര കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 1956. 1951 ജൂലൈ 13 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഈ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 1000-ലധികം വരുന്ന ശില്പികളും 5000-ലധികം വരുന്ന തൊഴിലാളികളുടെയും ശ്രമപരമായി 4 കൊല്ലം കൊണ്ടാണ് വിധാൻ സൗദയുടെ നിർമ്മാണം പൂർത്തിയായത്. സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവിലാക്കപ്പെട്ടവരും വിധാൻ സൗദയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ സഹായികളായി. ഒരുപാട് സന്ദർശകർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. വിധാൻ സൗദയുടെ മുൻപിൽ തന്നെയാണ് കർണാടക ഹൈക്കോർട്ട് ഉള്ളത്. വിധാൻ സൗദ കർണാടകത്തിൻ്റെ പ്രതീകമായി ബംഗളൂരു നഗരത്തിൽ പ്രൗഢിയോടെ നിലനിൽക്കുന്നു. വിധാൻ സൗദയുടെ കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു.